എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഹൽവയാണ്. നമ്മുടെ റൈസ് ബാലൻസ് വരുന്ന ചോറ് കൊണ്ട് കുക്ക് ചെയ്യുന്ന ഒരു ഹൽവ. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് നമ്മൾ കുക്ക് ചെയ്ത റൈസാണ്. മട്ട റൈസാണ് ഇത് എടുത്തേക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. നമുക്ക് 1 കപ്പ് ശർക്കര പാനിയാണ് വേണ്ടത്. ഇതിന് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത്, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഏതാണ്ട് ഇത് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടിയും നെയ്യും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തത് പാനിൽ നിന്ന് വിട്ട് വരണം, അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇതാണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരു പാന് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെയ്യ് വെച്ചിട്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം 1 അവർ കഴിഞ്ഞു. ഇത് റൂം ടെമ്പറേച്ചറിലാണ് ഞാൻ വെച്ചിരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സാധാരണ ഹൽവയുടെ അതേ ടേസ്റ്റ് തന്നെ ഇത് ചോറ് വെച്ച് കുക്ക് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്